ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും കുവൈറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ബിജോയ് ചേരുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് ബിജോയിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ബിജോയ്, താങ്കൾ എത്ര വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്? കുറച്ച് എനിക്ക് കേൾക്കാൻ കഴിയില്ല, അത്ര വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നത്. എന്നോടല്ലേ? അതെ അതെ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ എത്ര വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു? ഞാൻ 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഈ അപകടം നടന്ന സ്ഥലത്തിന് അടുത്തായിരുന്നോ താങ്കൾ, അല്ലെങ്കിൽ ആ അപകടം നേരിട്ട് കണ്ട ആളാണോ? നേരിട്ട് കണ്ടില്ല, പക്ഷെ അപകടം നടന്നതിന്റെ വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു 100 മീറ്റർ അകലെ ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ശരി, എങ്ങനെയാണ് ഈ ഒരു അപകടത്തിനെ കുറിച്ച് താങ്കൾ അറിഞ്ഞത്? ആരെങ്കിലും പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഈ തീ പടരുന്നത് കണ്ടതാണോ? എങ്ങനെയാണ് താങ്കൾ ഇത് അറിഞ്ഞത്? നമ്മുടെ അടുത്തുള്ള ഒരാൾ ഫോൺ ചെയ്ത്, ആ ബിൽഡിങ്ങിന്റെ അടുത്തുള്ള ഒരാൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഇവിടെ ഒരു ഫയർ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ മുഴുവൻ കലയുടെ സംഘടനാ പ്രവർത്തകർ മുഴുവൻ അവിടെ വരികയും ചെയ്യുകയും പിന്നീട് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷന് നമ്മൾ എല്ലാവിധ സപ്പോർട്ടും പോലീസിന് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് 4:30-5 മണിയോടുകൂടിയാണ് റെസ്ക്യൂ ഓപ്പറേഷൻ മുഴുവൻ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും ഒഴിപ്പിക്കാൻ കഴിഞ്ഞ്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അവർ ആ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു വസ്തുത. പിന്നീട് അതിനുശേഷം ഞങ്ങൾ എല്ലാ 4 അദാൻ ഹോസ്പിറ്റല്, ജഹ്റ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ സബ ഹോസ്പിറ്റൽ, ജാബർ ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ എല്ലാ പേഷ്യൻസിനെയും, അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻജൂർഡ് ആയിട്ടുള്ള എല്ലാവരെയും പോയി വിസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ഇൻജൂർഡ് ആയിട്ടുള്ളവരൊക്കെ ഒരുവിധം ഓക്കെയാണ്, അവര് സേഫ് ആയിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പൊതുവെ വളരെ സങ്കടത്തിലാഴ്ത്തുന്ന, പ്രവാസി സമൂഹത്തിന് മുഴുവൻ സങ്കടത്തിലാഴ്ത്തുന്ന രീതിയിലാണ് ഏകദേശം 22 പേരാണ് മരിച്ചത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ബോഡി ഉണ്ട് എന്നുള്ളത് ഇപ്പൊ റിപ്പോർട്ട്. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി 2-3 മണിവരെ മോർച്ചറിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ പേരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കുറെ പേരെല്ലാം ഇവിടെ മുൻപ് ചെയ്തിട്ടുള്ള ഫിംഗർ പ്രിന്റിലൂടെയൊക്കെയാണ് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ പൊതുവെ 192 പേരാണ് 195 പേരാണ് പൊതുവെ അവിടെ ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അതില് ഡ്യൂട്ടിക്ക് 17 പേര് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി 67 പേര് സേഫ് ആണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ 60 പേരുണ്ട്. ഇപ്പൊ മിസ്സിംഗ് എന്ന് പറയുന്നത് 51 പേരാണ്. അതിൽ 22 പേരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 51 പേരെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണോ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? അതായത് ഈ 51 പേരെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണോ താങ്കൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? അല്ല, വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതല്ല, നമുക്ക് ഒഫീഷ്യലി എംബസി ഇത്രയും നേരമായിട്ട് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. അതെ, തീർച്ചയായും. താങ്കൾ ഈ അപകടം നടന്ന സമയത്ത്, താങ്കൾ ഇത് അറിഞ്ഞ സമയത്ത് കൃത്യമായി അപ്പോൾ തന്നെ അപകടം നടന്ന ബിൽഡിംഗിൽ എത്തിയിരുന്നോ താങ്കൾ? അപകടം നടക്കുന്നത് ഏകദേശം പുലർച്ചെ 4:30-ക്കാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഏകദേശം 8 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ശരി, താങ്കൾ അവിടെ എത്തിയ സമയത്ത് എന്തായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? കാരണം അത്രമാത്രം ഭയാനകമായ. ശരി, പറഞ്ഞോളൂ. വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു. അവിടെ ആരെയും കടത്തിവിടാൻ പോലീസ് സമ്മതിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റും ആംബുലൻസും ഒരുപാട് പോലീസ് ഓഫീസേഴ്സും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവര് തുടർച്ചയായിട്ടുള്ള അവിടെ നിന്ന് പരമാവധി ഒഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. എങ്കിലും തീ അണയ്ക്കാൻ കുറെ സമയമെടുത്തു. അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് അവിടെയുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 4ഉം 5ഉം നിലകളിലുള്ളവരൊക്കെ സ്മോക്ക് കൊണ്ടാണ് പലർക്കും പരിക്കേറ്റതും അതുപോലെ തന്നെ മരിച്ചതും എന്നുള്ളതാണ് പൊതുവെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്കൾ നാട്ടിൽ എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ പാലക്കാടാണ്. ശരി, ഈ അവിടെ മരണപ്പെട്ട സഹോദരന്മാരിൽ ആരെങ്കിലും താങ്കൾക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്നു?
നേരിട്ട് പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന കലയുടെ അംഗങ്ങളായിട്ടുള്ള 2-3 പേര് അതിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ മുന്നേ നേരിട്ട് സംസാരിച്ചിട്ട് പരിചയമില്ലെങ്കിലും അവരെ കണ്ടിട്ടുണ്ട്. ശരി. ഇപ്പോൾ കൃത്യം 3 മണിയോട് കൂടി തന്നെ അവിടുന്ന് മൃതദേഹങ്ങൾ വഹിച്ചുള്ള വിമാനങ്ങൾ പുറപ്പെടുമെന്നൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? മൃതദേഹങ്ങൾ വഹിച്ചുള്ള വിമാനങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ ആ കാര്യത്തിൽ? ഉണ്ട്. ഞങ്ങളിപ്പോ എംബസിയുടെ പരിസരത്താണ് ഞങ്ങള് എല്ലാവരും നിൽക്കുന്നത്. അപ്പോ എംബസി എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എംബാമിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മറ്റുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് ബാക്കിയുള്ള ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എത്ര മണിക്കാണ് നമുക്കിപ്പോ മോർച്ചറിയിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ വെളിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് നിലവിൽ അത്തരം പ്രവർത്തനങ്ങൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വിമാനത്തിൽ മൃതദേഹങ്ങൾ കയറ്റുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ നമുക്ക്? അതെ 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 അതെ. ശരി. ഈ ഒരു കാര്യം കൂടി, അതായത് ഈ കുവൈറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായ നിയമങ്ങൾ, വലിയ രീതിയിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇത്തരത്തിൽ ഒരുപാട് കെട്ടിടങ്ങളിൽ ഇങ്ങനെ നിയമലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അങ്ങനെ സാധിക്കുമോ അവിടെ? അല്ല, അതിനെക്കുറിച്ചുള്ള ഈ കുവൈറ്റിലെ ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണ്. അത് പരിശോധിച്ച് അവർ കൺഫേം ചെയ്ത ശേഷം മാത്രമേ എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അവർ പറയുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ലേബർ ക്യാമ്പുകൾ അടക്കം ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള കർശന പരിശോധനകൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പൊതുവെ കുവൈറ്റിലെ ഗവൺമെന്റ് അത്തരം കർശനമായിട്ടുള്ള പരിശോധനകൾ എന്നും നടത്തുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ചല്ല, പൊതുവെ നല്ല രീതിയിൽ തന്നെ കർശന പരിശോധന നടക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ശരി. ഇപ്പോൾ 7ഓളം ആളുകൾക്ക്, മലയാളികൾക്ക് ഇപ്പോഴും ഗുരുതരമായി അവർ ആശുപത്രിയിൽ തുടരുകയാണ്. ഗുരുതര സാഹചര്യമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് അതിൽ ആശുപത്രിയുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു? അവരുടെയൊക്കെ ഒരു ആരോഗ്യനില എന്താണ് ഇപ്പോൾ? ഈ ഞങ്ങള് പൊതുവെ ഇവിടെയുള്ള 4-5 ഹോസ്പിറ്റലാണ് ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഈ 7 പേരുടെ സ്ഥിതി ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. അപ്പൊ കൃത്യമായിട്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻ മുഴുവനായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോ അത് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ നമുക്കത് തരാൻ സാധിക്കുകയുള്ളൂ. ശരി. ഈ ഒരു അപകടം നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനം അത് കൃത്യസമയത്ത് തന്നെ നടന്നിരുന്നു എന്ന് താങ്കൾക്ക് അറിയാൻ സാധിച്ചിരുന്നു? വളരെ നല്ല രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത് എന്നുള്ളതിനെയാണ് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അവർക്ക് വേണ്ടുന്നുള്ള മറ്റുള്ള സപ്പോർട്ടുകളൊക്കെ, കാരണം വളരെ ചൂട് സമയമായിരുന്നു, അപ്പോൾ വെള്ളം എത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്കൾ ഇപ്പോൾ ഉള്ളത് എംബസിക്ക് സമീപമാണ് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഉടൻ തന്നെ അത്തരത്തിലൊരു നടപടി, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ഒരു നടപടി ആരംഭിക്കും. വളരെ വേഗം അത് സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം താങ്കൾ ഞങ്ങൾക്കൊപ്പം ചേരുക. അതിനുള്ള കൃത്യമായ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.